ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞി ഉരുളക്കിഴങ്ങാണ്, ബേബി പൊട്ടറ്റോസ് എന്ന് പറയും. പക്ഷേ നമ്മൾ അതൊന്നും മേടിക്കാൻ എന്തായാലും വീട്ടമ്മമാർ മെനക്കെടാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നമ്മളെങ്ങാനും മേടിക്കുവാന്നേൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങ് കിട്ടിയാലേ ഉള്ളൂ. അല്ലാതെ ചെറിയ ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞ് നമ്മൾ മെനക്കെടാൻ പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചേച്ച് ഇതിനകത്തോട്ട് ബട്ടർ ഇടാം. ആദ്യമേ അങ്ങ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇടുക. വേണ്ടേ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി ഉരുളക്കിഴങ്ങ. ഇതല്ല മറ്റേ വലിയ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് കൊച്ചു കഷ്ണമാക്കി ഇട്ടേച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം മൊരിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ മൊരിച്ച് കഴിയുമ്പം ഇതിനൊരു സ്വാദുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിംഗ് ഇഷ്ടപ്പെടാൻ പഠിച്ചത് എന്നാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കണക്കിന് കുഞ്ഞിലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് പഠിക്കാൻ കാര്യം എന്നാന്നോ, എനിക്കെൻ്റെ അമ്മ ശരിക്കും ഞാനൊരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ അമ്മയുടെ ഇന്ന സ്വാദ് ഇന്നതായിരുന്നു എന്ന് ഓർത്ത് വെക്കാനും വേണ്ടിയിട്ടൊന്നും എൻ്റെ കയ്യിൽ അത്ര ഓർമ്മയില്ല. പക്ഷേ അമ്മയുടെ ചില കറികളൊക്കെ എൻ്റെ ചേച്ചിക്ക് നല്ലോണം ചെയ്യാനറിയാം. എൻ്റെ അമ്മ ഉണ്ടാക്കിയത് ഇതുപോലെ ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പരീക്ഷിച്ചുകൊണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അമ്മ ഉണ്ടാക്കിയ കറിയുടെ സ്വാദ് ഇതായിരിക്കും. അപ്പോൾ ഞാൻ എന്നതേലും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ ചേച്ചിയോട് ചോദിക്കും, ചേച്ചി ഇതായിരുന്നു അമ്മ ഉണ്ടാക്കിയത്, നീ നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് നോക്കിക്കുമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ അങ്ങനെ എനിക്കൊന്ന് എൻ്റെ ബ്ലഡിലേക്ക് കയറിയതായിരിക്കും ഈ ഒരു പാഷൻ. പക്ഷേ സ്റ്റിൽ ഞാൻ പറയാം, എൻ്റെ അമ്മയുടെ ഒരു കറികളുടെ സ്വാദിൻ്റെ ഒരു എന്താ പറയുക അന്വേഷണത്തിലാണ് ഇന്നും ഞാൻ നടക്കുക. അങ്ങനെ ഞാൻ കുറേ കുക്കിംഗ് പഠിച്ചതാ. ആ ഒരു മനസ്സിലായില്ലേ, ആ ഒരു ഇഷ്ടം വന്നപ്പം. ഇതേ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ മുരുവേ ഞാൻ എടുത്തിട്ടുള്ളേ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വറുത്തെടുത്തു. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ. എന്നാന്ന് വെച്ചാൽ എനിക്ക് അരപ്പെല്ലാം ഒന്ന് മൂത്ത് കിട്ടാനാണ്. ഇതിനകത്തോട്ട് ഹോൾ സ്പൈസസ് ഏതൊക്കെയാ? പട്ട ഒരു കഷ്ണം വെച്ച് ഇത് മെലിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട് ഒരു 2 കഷ്ണം ഇട്ടുക. ഗ്രാമ്പു ഒരു 3-4 എണ്ണം. പിന്നെ ഏലക്ക ഒരു 1, 2, 3, 4. പിന്നെ ഒരു ഇച്ചിരി പെരിഞ്ജീരകം. ജീരകമല്ല, പെരിഞ്ജീരകം. കണ്ടോ, അന്നേരം തന്നെ എണ്ണ ചൂടായി കിടക്കുവാണ്. അന്നേരം തന്നെ ആ എണ്ണയിലോട്ട് ഈ ഫ്ലേവർ എല്ലാം വന്നോളും. പിന്നെ ഒരു പട്ടയുടെ ഇല. ഇതിനകത്തോട്ട് ഒരു സവാള വലുത് അരിഞ്ഞു വെച്ചത്. ഇത് ശരിക്കും നല്ലോണം മൂക്കണം. ഈ സവാള ഇങ്ങനത്തെ കറിയൊക്കെ വയ്ക്കുമ്പം നീളത്തിൽ അരിയുന്നതിനെക്കാട്ടിലും നല്ലത് കുഞ്ഞായിട്ട് അരിയുന്ന ഏറ്റവും നല്ലത്. പക്ഷേ പെട്ടെന്ന് അത് മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിയുക. അതല്ല കുറച്ച് സമയമുണ്ട്, നമുക്ക് വേറെ കറികളുമൊക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നീളത്തിലരിഞ്ഞാലും കുഴപ്പമില്ല. കാര്യം ഇത് വഴറ്റാൻ ഇട്ടേച്ച് നമുക്ക് അടുത്ത കറികളിലോട്ട് നോക്കാമല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുവാണേ. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ്, നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ ഉള്ളി വറുത്തിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആയില്ലെങ്കിലും അതിനോട് അടുപ്പിച്ച് മൊരിയണം. എന്നിട്ട് ഇതിനകത്തോട്ട് ടൊമാറ്റോ അരച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വറുത്തേച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതേ പാനിൽ തന്നെ ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ പാൻ്റെ അടിയിൽ ഇങ്ങനെ ഉള്ളി വഴറ്റുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടി പിടിക്കുവേ. അന്നേരം അത് ടെൻഷൻ ആക്കണ്ട, അത് ഇച്ചിരി ഒന്ന് മൂപ്പിക്കുക. മൂപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അഥവാ ഒരുപാട് അടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അതിനെ ഒന്ന് ശരിയാക്കിയാൽ മതിയേ. ആ വെള്ളം വീഴുമ്പോൾ തന്നെ ആ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി വെച്ചാൽ മതി. അതല്ല നേരത്തെ അത് മൂത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തക്കാളി ചേർത്താലും അതിങ്ങനെ ഇളകി വരും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇച്ചിരി തൈര് കൂടെ ചേർക്കുവാണേ. 4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ.
ഇനി എന്നാന്ന് വെച്ചാൽ തക്കാളിയുടെയും തൈരിനകത്തെയും വെള്ളം നല്ലോണം പറ്റണം. കണ്ടോ, അതിൻ്റെ വെള്ളമെല്ലാം പറ്റി. ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മൾ പൊടി ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എരിവ് അനുസരിച്ചാണ്. നമ്മൾ ഇച്ചിരി പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഇനി കറിക്കകത്തോട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഇപ്പം ഞാൻ പച്ചമുളക് എടുത്ത് വെച്ചേക്കുന്ന ലാസ്റ്റ് ഒന്ന് ചുമ്മാ ഗാർണിഷ് ചെയ്യാൻ മാത്രം. അതല്ല, ചിലർക്കാണെങ്കിൽ കറിക്കകത്ത് പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആണെങ്കിൽ ഈ സമയത്ത് അങ്ങ് ഇടാം. ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല, ചെറിയ ഫ്ലെയിമേൽ ഇരുന്നിട്ട് അതിൻ്റെ എന്നാ പറയുക പച്ചച്ചൊവ എല്ലാം ഒന്ന് മാറണം പൊടിയുടെ. അത് പെട്ടെന്ന് മാറും, അധികം താമസമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര, അതായത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമാണ്. കുറച്ച് മതി, ഒരുപാട് വേണ്ട. എരിവ് അങ്ങനെ ഇച്ചിരി കൂടുതൽ മുളക് പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, ക്രഷ്ഡ് റെഡ് ചില്ലീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി എരിവ് മുന്നേ വന്നാൽ ബാലൻസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് പഞ്ചസാര. ഇപ്പോൾ എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂവിൻ്റെ പേസ്റ്റ്, ഇത് മുഴുവൻ വേണ്ട, പകുതി ഇപ്പം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പൊട്ടറ്റോയും കൂടെ ചേർക്കാം, ഉരുളക്കിഴങ്ങും കൂടെ ഇടുവാണേ. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പിലയും ഒക്കെ ഇടുന്ന കൂട്ടാ ഇവർ ഏറ്റവും കൂടുതൽ കസൂരി മേത്തി ഇടുന്ന കേട്ടോ, അതുകൂടെ ഇടണേ. എന്നാലേ ആ ചാറിനകത്തൊക്കെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ആ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങയിൽ മൊത്തം പിടിക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ അല്ലേ നമുക്ക് എരിവ് എന്തോരം ഉണ്ടത്, അത് ബാലൻസ് ചെയ്ത് വേണം ഇടാനേ. ഇത് ഫുള്ളായി കഴിയുമ്പോൾ ബാക്കി നമ്മുടെ പേസ്റ്റ് കൂടെ, അതായത് അണ്ടിപ്പരിപ്പ് അരച്ചത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ ജീരകത്തിന് പെരുംജീരകമായിട്ട്, ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ല ജീരകമാണ് ഇഷ്ടമെങ്കിൽ അതായാലും ചേർക്കാം. ജീരകം പൊടിച്ചതാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ജീരകം പൊടിച്ചത് വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാമെങ്കിൽ നല്ല മണമാട്ടോ. ഇതിനകത്തിന് കുറച്ച് വെള്ളം, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങയിലെല്ലാം എല്ലാ അരപ്പും പിടിക്കണ്ടേ. ഞാൻ ഇതൊരു ഉപ്പ് ചേർത്തില്ല, ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാണ് വേവിച്ചത്. അല്ലാതെ എന്തറിയോ, ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഉരുളക്കിഴങ്ങിട്ട് ഉപ്പിട്ട് വേവിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങയിൽ ഉപ്പ് പിടിക്കുകയില്ല. അതുകൊണ്ട് പുഴുങ്ങിയപ്പോൾ തന്നെ ഞാനങ്ങ് ഉപ്പിട്ടേച്ചാണ് പുഴുങ്ങിയത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരിയും കൂടെ കസൂരി മേത്തി ഇടുവാണ്, ഒരു മണമില്ല. അപ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഒന്ന് കസൂരി മേത്തി ഇട്ടിട്ട് ഇതിൽ കുറച്ച് പൊടിച്ച ജീരകം കുറച്ച് ഇരിപ്പുണ്ട്. അത് നല്ല ജീരകമാണ്, പെരുംജീരകമല്ല. നല്ല ജീരകം കൂടെ പൊടിച്ച് ഇട്ടേച്ച് അടച്ചിട്ട് കുറച്ച് നേരം ആ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിക്കേണ്ട സമയം മാത്രമേ ഇതിനകത്തുള്ളൂ. കുറച്ച് മല്ലിയില, ഉപ്പ് ശകലേ ഇടുന്നുള്ളൂ. കാര്യം വെച്ചാൽ ഉരുളക്കിഴങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാ വേവിച്ചതെന്ന്. ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം. ഇനി ഇതിവിടെ കിടന്നിട്ട് ഒന്ന് ആവട്ടെ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ കസൂരി മേത്തിയിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ജീരകം പൊടിച്ചത് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഇടുക. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നമുക്ക് ആദ്യം ചേർത്ത എണ്ണയില്ലേ, എണ്ണ ചേർത്തിട്ടുണ്ട്, ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കറിയുടെ മീതെ ഇങ്ങനെ തെളിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. Ali's Kitchen. Let's cook with love.